വീര്യം കുറഞ്ഞ മദ്യവിവാദത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിലപാടിനെതിരെ തുറന്ന എതിർപ്പ് തുടരുകയാണ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തനിക്ക് എല്ലാ കാലത്തും ഒരേ നിലപാടാണെന്നും മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള നീക്കത്തോട് എതിർപ്പ് തന്നെയെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. അതേസമയം തീരുമാനത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പക്ഷം ചേരുകയാണ് മന്ത്രി കെ മുരളീധരൻ. സർക്കാരിന് കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടെന്ന വിമർശന സ്വരം കടുപ്പിക്കുന്നു CPIM. മദ്യത്തിന്റെ നികുതി ഇളവ് ധനബില്ലിൽ പാസ്സാക്കരുതെന്ന നിലപാടിൽ VM സുധീരൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും മുതിർന്ന CPIM നേതാവ് AK ബാലൻ ആവശ്യപ്പെട്ടു. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ പൊതുവികാരം മനസ്സിലാക്കി തന്നെയാണ് പെരുമാറിയത്. അതിൽ നിന്നും ഒരു വ്യത്യാസമില്ല. അതൊന്നും നമ്മളുടെ എഴുത്തിൻ്റെ ശൈലിയേക്കാൾ കൂടുതൽ നമ്മളുടെ മനസ്സിൻ്റെ കൺവിക്ഷനാണ്. അതിൽ വളരെ വ്യക്തമായ കൺവിക്ഷനുള്ള വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഇത് രണ്ടാം തവണയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് നിർദ്ദേശത്തിൽ സ്പീക്കർ എതിർപ്പ് പരസ്യമാക്കുന്നത്. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പെരുമാറണമെന്ന് 2 ദിവസം മുൻപും സ്പീക്കർ ആവശ്യപ്പെട്ടിരുന്നു. നികുതി ഇളവ് ഉൾപ്പെടുത്തി ധനബില്ലിന്റെ കരട് പുറത്തിറങ്ങിയതോടെ സ്പീക്കർ വീണ്ടും എതിരഭിപ്രായം അറിയിക്കുകയായിരുന്നു. സർക്കാർ നയത്തോട് നിയമസഭാ സ്പീക്കർ പരസ്യമായ എതിർപ്പ് രേഖപ്പെടുത്തുന്നത് അത്യപൂർവമാണ്. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതിനെ ന്യായീകരിക്കുകയായിരുന്നു മന്ത്രി കെ മുരളീധരൻ. ഇത് സ്പിരിറ്റ് കലക്കി കൊടുക്കുന്ന സിസ്റ്റമല്ല. ബില്ല് പാസ്സായാൽ നികുതി ഇളവ് നടപ്പാക്കുന്ന കാര്യത്തിൽ UDF-ഉമായി ആലോചിച്ച് തീരുമാനമെടുക്കും. വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചത്, വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് എത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് കേരളം എത്തിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിന് കാര്യമായിട്ടുള്ള ഹാനി കൂടാതെയുള്ള വീര്യം കുറഞ്ഞ മദ്യം എന്നാണ് സർക്കാർ ഉദ്ദേശം സതുദ്ദേശപരമാണ്. അതിനെ പ്രതിപക്ഷം ദുരുദ്ദേശത്തിൽ കാണുന്നത് ദൗർഭാഗ്യകരമാണ്. ആരോടും കൂടിയാലോചിക്കാതെ വി.ഡി. സതീശൻ സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത് മുന്നോട്ടു പോകുന്നതിലും മുന്നണിയിലും പാർട്ടിയിലും കടുത്ത അമർഷമുണ്ട്. എന്തുതന്നെയായാലും എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. സർക്കാരിന് കൂട്ടുത്തരവാദിത്വം നഷ്ടമായെന്ന് CPIM. നയപ്രഖ്യാപനത്തിൽ ഇല്ലാത്ത കാര്യമാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ഇതോടെ ബജറ്റിന്റെ പ്രസക്തി ഇല്ലാതായെന്ന് മുതിർന്ന CPIM നേതാവ് AK ബാലൻ. മദ്യനയം രൂപീകരിച്ച ശേഷമേ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കൂവെന്ന വാദം നിലനിൽക്കില്ല. നയം പ്രഖ്യാപിക്കുന്നതുവരെ ധനബിൽ അവതരിപ്പിക്കാൻ സ്പീക്കർ അനുവദിക്കരുത്. സർക്കാരിനെ തുറന്നെതിർത്ത് രംഗത്തെത്തിയ VM സുധീരൻ ഇപ്പോഴും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. പ്രഖ്യാപിക്കാത്ത ഒരു നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നികുതി നിർദ്ദേശം വരുന്നത്. ആ നികുതി നിർദ്ദേശം അടങ്ങുന്ന ബഡ്ജറ്റ് പാസ്സായാൽ പിന്നീട് ബന്ധപ്പെട്ട ഇതിൻ്റെ ഗുണമനുഭവിക്കേണ്ട കക്ഷിക്ക് കോടതിയിൽ പോകാം, സ്ഥാപനങ്ങൾക്ക് കോടതിയിൽ പോകാം. അപ്പോൾ അത് നടപ്പിലാക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ധനബിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇടപെട്ട് നയം പ്രഖ്യാപിക്കുന്നത് വരെ ഈ ധനബിൽ മാറ്റിവെക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ധനബില്ല് പാസ്സായതിനു ശേഷം എക്സൈസ് വകുപ്പിന് മുമ്പിൽ മദ്യക്കമ്പനികൾ അപേക്ഷയുമായി എത്തിയാൽ അത് തള്ളാൻ സർക്കാരിനാകില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയിൽ പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല മുന്നണിയിലും പാർട്ടിയിലും നിന്നും മുഖ്യമന്ത്രി കടുത്ത എതിർപ്പ് നേരിടുന്നു എന്നത് മാത്രമല്ല നിലവിലെ സാഹചര്യത്തിന്റെ രാഷ്ട്രീയ സവിശേഷത. നിയമസഭാ സ്പീക്കർ അടക്കം അഭിപ്രായ വ്യത്യാസം ആവർത്തിക്കുമ്പോഴും ഒറ്റയ്ക്കെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.